കലാഭവൻ നവാസ് എന്ന അതുല്യ നടൻ്റെ വിയോഗം കുടുംബത്തിന് വലിയ വിഷമം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇത് സഹിക്കാവുന്നതിലുമപ്പുറം. വെള്ളിയാഴ്ച ഉപ്പ വീട്ടിലേക്ക് എത്തുന്നത് കാത്തിരിക്കുകയായിരുന്നു പൊന്നുമക്കൾ. ഏറെ വൈകിയിട്ടും എന്താണ് ഉപ്പയെ കാണാത്തത് എന്ന് അന്വേഷിച്ചവർക്ക് വന്നെത്തിയത് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത വേദനയുടെ വാർത്ത. തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ എന്നേക്കുമായി തങ്ങളെ തനിച്ചാക്കി യാത്ര പോയി എന്നുള്ളത്. ഒരു മുന്നറിയിപ്പ് പോലുമില്ലാതെ തൻ്റെ പ്രിയപ്പെട്ടവനെ വിധി കൂട്ടിക്കൊണ്ടുപോയ കാര്യത്തിൽ അതീവ ദുഃഖത്തിൽ കഴിയുകയാണ് ഭാര്യയായ രഹ്ന. രഹ്നയും നവാസും തമ്മിലുള്ള വിവാഹശേഷം നവാസ് ചൂണ്ടിയിലുള്ള ഇരുനില വീട്ടിലായിരുന്നു താമസിച്ചു കൊണ്ടിരുന്നത്. ആ വീട്ടിൽ വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ആലുവയിലെ 4-ാം മൈലിൽ നവാസ് ആഗ്രഹിച്ച് ഒരു മൺവീടുണ്ടാക്കിയത്. ഫാഷൻ ഡിസൈനിങ് എല്ലാം രഹ്ന പഠിക്കുന്നതും നവാസുമായുള്ള വിവാഹത്തിന് ശേഷമാണ്. ചൂണ്ടിയിലുള്ള വീട്ടിൻ്റെ മുകൾ വശത്ത് വസ്ത്രങ്ങളുടെ ഷോപ്പും താഴത്തെ നിലയിൽ നഴ്സറി കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂളുമാണ്. ഇത് നവാസ് സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന ഭാര്യയായ രഹ്നയ്ക്ക് താനില്ലെങ്കിലും സ്വന്തമായി വരുമാനമുണ്ടാക്കാൻ കഴിയണമെന്ന് പ്രിയപ്പെട്ട നവാസ് ആഗ്രഹിച്ചിരുന്നു. അത് തന്നെയാണ് നവാസിന് ഈ കാര്യങ്ങളെല്ലാം ആരംഭിക്കുവാനുള്ള പ്രചോദനമുണ്ടാക്കിയത്. ഇനി അങ്ങോട്ട് നവാസ് ഇല്ലാത്ത ജീവിതത്തിൽ രഹ്നയ്ക്കും മക്കൾക്കും ഈ കാര്യങ്ങളെല്ലാം വലിയ ആശ്വാസം തന്നെയായിരിക്കും നൽകുന്നത്. ഉപ്പയെ കാത്തിരുന്നു മക്കൾ. ശനിയാഴ്ചയും ഞായറാഴ്ചയും അവധി ആയതുകൊണ്ട് തന്നെ 2 ദിവസം അടിച്ചു പൊളിക്കുവാനാണ് ഇവർ കരുതിയത്. പിന്നീടാണ് ആ വിഷമം നൽകുന്ന വാർത്ത ഇവരുടെ അടുത്തേക്ക് എത്തിയത്. നവാസിന്റെ മൂത്ത മകൻ ഉപ്പയെ അവസാനമായി കാണാനെത്തിയതും നവാസിന്റെ പച്ച ഷർട്ട് ധരിച്ചായിരുന്നു. തൻ്റെ പിതാവ് ഇനിയില്ലല്ലോ എന്നുള്ള തിരിച്ചറിവാണ് ആ മോന് അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചതും. നവാസിന്റെ കബറടക്ക ശേഷം ഞായറാഴ്ച വീട്ടിലെത്തിയ ടിനി ടോം കണ്ടത് വൃത്തിയായി പോളിഷ് ചെയ്തു വെച്ച നവാസിന്റെ ഷൂവുകൾ. ഹോട്ടൽ മുറിയിൽ നവാസ് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം നവാസിന്റെ വീട്ടിലെത്തിച്ചപ്പോൾ ഉപ്പയുടെ ചൂടും മണവും പോകാത്ത ആ വസ്തുക്കൾ നിറക്കണ്ണുകളോടുകൂടിയാണ് മക്കൾ ഏറ്റുവാങ്ങിയത്. ഈ വേളയിൽ നവാസിന്റെ ഷൂകൾ മകനായ റൈഹാൻ ഉടച്ചു വെക്കുകയായിരുന്നു. ഇത് കണ്ട് ഞായറാഴ്ച വീട്ടിലെത്തിയ ടിനി ടോം പറഞ്ഞത് നവാസ് എങ്ങോട്ടെങ്കിലും യാത്ര പോകാൻ ഒരുങ്ങുകയാണോ എന്ന് തോന്നിപ്പോയി എന്ന്. ഇതിനിടയിൽ നടൻ ആഷിഫ് അലിയുടെ ചില പരാമർശങ്ങൾ ഉണ്ടായത് വലിയ വിവാദങ്ങൾക്ക് കാരണമുണ്ടാക്കി. നവാസിനെ കുറിച്ച് പറയുന്ന വേളയിൽ ആഷിഫ് അലി പറഞ്ഞ ചില വാക്കുകൾ ഒട്ടേറെ പേർക്കും ഇഷ്ടപ്പെട്ടില്ല. മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ ആഷിഫ് അലി ഉള്ള കാലം അടിച്ചു പൊളിച്ച് ജീവിക്കുവാനുള്ള മോട്ടിവേഷനാണ് അത് കേട്ടവർക്ക് നൽകിയത്. എന്നാൽ ഇത്തരമൊരു മരണവേളയിൽ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് എന്നാണ് മറ്റു ചിലരുടെ അഭിപ്രായം. നിങ്ങളൊന്ന് കണ്ണീർ പൊഴിച്ചെങ്കിൽ, ഒന്ന് വിങ്ങിപ്പൊട്ടിയെങ്കിൽ സങ്കടമില്ലായിരുന്നു എന്നും, ഒരാളുടെ മരണകാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് വലിയ തെറ്റാണെന്നും പലരും അഭിപ്രായപ്പെട്ടു. ആഷിഫ് അലി നിങ്ങളോട് ചെറിയ ഇഷ്ടമുണ്ടായിരുന്നു, ഇപ്പോൾ അത് ആകെ ഇല്ലാതായി എന്നാണ് ഈ വേളയിൽ പലരും പറഞ്ഞത്. രഹ്നയായ ഭാര്യയെയും തൻ്റെ 3 മക്കളെയും ഇത്ര പെട്ടെന്ന് വിട്ടു പിരിഞ്ഞു പോകേണ്ടി വരും എന്നുള്ള കാര്യം നവാസ് മനസ്സിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല. നമ്മൾ അറിയാതെ നമ്മളിലേക്കെത്തുന്ന ഒന്ന് തന്നെയാണല്ലോ മരണം. ഈ വലിയ വിഷമത്തെ അതിജീവിക്കാൻ അവർക്ക് കഴിയട്ടെ. നവാസിന് സർവ്വ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ.